ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ചെറിയ തോതിലുള്ള ഒരു ചാഞ്ചാട്ടത്തോടുകൂടിയാണ് അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ മാർക്കറ്റ് പോസിറ്റീവായിരുന്നെങ്കിലും അവസാന ദിവസങ്ങളിൽ ഗ്ലോബൽ ഇഷ്യൂസും അതുപോലെ ലാർജ് ക്യാപ് ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള ഇടിവും മാർക്കറ്റിനെ ബാധിച്ചതായിട്ട് കാണാം. ലാസ്റ്റ് ഫ്രൈഡേ 150 പോയിന്റിലധികം ഇടിഞ്ഞുകൊണ്ടാണ് നിഫ്റ്റി 24,176 ക്ലോസ് ചെയ്തത്. അപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വീണ്ടും വർദ്ധിച്ചതും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൽ ഉണ്ടായിട്ടുള്ള ഒരു വിലവർദ്ധനവും അതൊക്കെ കഴിഞ്ഞ ആഴ്ച നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. കൂടാതെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് പോയത് 95.43 വരെ എത്തിയതും മാർക്കറ്റിന് തിരിച്ചടിയാതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണം FISന്റെ സെല്ലിങ്ങും കഴിഞ്ഞ ആഴ്ച നന്നായിട്ട് കാണാൻ കഴിഞ്ഞു. ഈ മാസം ഓൾറെഡി അവർ 11,000 കോടിയുടെ ഒരു സെല്ലിങ് നടത്തിയായിട്ട് കാണാം. എന്നാൽ അവിടെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം DIS 21,000 കോടിയുടെ ബൈങ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ കണ്ടതാണ് FISന്റെ സെല്ലിങ്ങിന് ആനുപാതികമായിട്ടൊരു ബൈങ് DIS നടത്തിയിരുന്നില്ല. എന്നാൽ ഈ മാസം അതിലൊരു ചേഞ്ച് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് മാർക്കറ്റിൽ വളരെ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിഫ്റ്റി 50ൽ ഒരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഓവറോൾ നിഫ്റ്റിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ ആഴ്ച പോസിറ്റീവാണ്. എന്നാൽ നിഫ്റ്റി 50 അപേക്ഷിച്ചിട്ട് മറ്റ് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകൾ നിഫ്റ്റി ഔട്ട് പെർഫോം ചെയ്തതായിട്ട് കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിഫ്റ്റി 50 0.74% ആണ് കഴിഞ്ഞ ആഴ്ച പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. എന്നാൽ അവിടെ നെക്സ്റ്റ് 50യും മിഡ് ക്യാപ് 150 ഒക്കെ 2%, 3% ഒക്കെയാണ് മുന്നേറിയത്. സ്മോൾ ക്യാപ്പിലേക്ക് മൈക്രോ ക്യാപ്പിലേക്ക് വന്നാൽ അതിശയകരമായ ഒരു മുന്നേറ്റമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച 4% സ്മോൾ ക്യാപ്പും 6% മൈക്രോ ക്യാപ്പും ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നിഫ്റ്റി 50 ലാർജ് ക്യാപ്പ് ഒഴിച്ചുള്ള എല്ലാ ഇൻഡെക്സുകളും അത് അതിൻ്റെ ഓൾ ടൈം ഹൈയോട് അടുക്കുകയാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം അവിടെ നിഫ്റ്റി 50 അതിന് ഓൾ ടൈം ഹൈയിലേക്ക് എത്താൻ ഇനിയും 8% മുന്നേറേണ്ടതുണ്ട്. എന്നാൽ നിഫ്റ്റി നെക്സ്റ്റ് 50, നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി മൈക്രോ ക്യാപ്പ് ഒക്കെ 1% താഴെയുള്ള ഒരു വ്യത്യാസം മാത്രമാണ് ഓൾ ടൈം ഹൈയുമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് ഒരു പക്ഷേ ഈ ഇൻഡെക്സുകളൊക്കെ അതിൻ്റെ പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തേക്കാം. എന്നാൽ സ്മോൾ ക്യാപ്പിൽ ഒരു 3% കൂടി അതിൻ്റെ ഓൾ ടൈം ഹൈ എത്താനുണ്ട്. അതും വളരെ വേഗത്തിൽ ടച്ച് ചെയ്യാനുള്ള സാധ്യതയാണ് മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ സെക്ടർ വൈസ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി ഫാർമ ഈ സ്റ്റോക്കുകളായിരുന്നു മൊത്തത്തിൽ താരങ്ങളായിട്ട് നിന്നത്. കാരണം അവിടെ 3% മുതൽ 5% മുന്നേറ്റം ഈ 3 ഇൻഡെക്സുകളിലും കാണാൻ കഴിയും. അതുപോലെ നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി MNC, നിഫ്റ്റി മീഡിയ, കമ്മോഡിറ്റീസ് ഈ ഇൻഡെക്സുകളിലൊക്കെ 1% കൂടുതലുള്ള ഒരു പോസിറ്റീവ് റാലി കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി PSE, നിഫ്റ്റി FMCG, നിഫ്റ്റി IT, നിഫ്റ്റി എനർജി സ്റ്റോക്കുകളിലൊക്കെ ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാര്യമായിട്ടുള്ള ഒരു പുറകോട്ടടി ഉണ്ടായിട്ടുള്ളത് PSU ബാങ്കുകളിലും അതുപോലെ മറ്റ് പബ്ലിക് സെക്ടർ കമ്പനികളിലും മാത്രമാണ്. ആ 2 ഇൻഡെക്സുകൾ മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ഇറാൻ US വാറും ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിരുന്ന ചാഞ്ചാട്ടങ്ങളൊക്കെ അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ നിയന്ത്രിക്കും. പക്ഷെ അവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് വാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നാൽ അല്ലെങ്കിൽ ഒരു വാർ എസ്കലേഷൻ വന്നാൽ തന്നെ ഒരു 200 പോയിന്റിൻ്റെ ഒരു ഇടിവ് മാത്രമേ മാക്സിമം നമ്മൾ മാർക്കറ്റിൽ കാണുന്നുള്ളൂ. എന്നാൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് ഈ വാറിൻ്റെയോ അല്ലെങ്കിൽ പീസ് ടോക്സുമായിട്ടോ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഒരു 200 പോയിന്റ് കവർ ചെയ്തിട്ട് മുന്നോട്ട് വരുന്നത് കാണാം. അപ്പോൾ ആ രീതിയിലുള്ള നേരിയ ഒരു സ്വിങ് ഈ ഒരു 200 പോയിന്റിൻ്റെ റേഞ്ചിൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ ഇവൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസും ഈ പറയുന്ന ഇറാൻ US വാറുമായി ബന്ധപ്പെട്ട് ഹോർമസ് സ്ട്രൈറ്റിലുള്ള അനിശ്ചിതത്വങ്ങളും ഒക്കെ മാർക്കറ്റ് വലിയ തോതിൽ കാര്യമായി എടുക്കുന്നില്ല എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നെക്സ്റ്റ് വീക്ക് നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് വളരെയധികം പ്രസക്തി അറിഞ്ഞതാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച മെയ് 14 മുതൽ 15 വരെ നടക്കുകയാണ്. അപ്പോൾ ഇത് വേൾഡ് വൈഡ് മാർക്കറ്റ് ഉറ്റുനോക്കുന്ന ഒരു ഇവൻ്റാണ്. കാരണം അവിടെ ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് വരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് ഒരു ബോർഡ് ഓഫ് ട്രേഡ് രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടാവും ഈ കൂടിക്കാഴ്ചയിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് തീർച്ചയായിട്ടും വേൾഡ് വൈഡ് മാർക്കറ്റിൽ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയായിരിക്കും. അമേരിക്കയിൽ നിന്നുള്ള ബോയിങ് വിമാനങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവ അമേരിക്കയിൽ നിന്ന് വലിയ തോതിൽ വാങ്ങാൻ ചൈന സമ്മതിച്ചേക്കാം. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ചിപ്പ് നിർമ്മാണം എന്നിവയിൽ അമേരിക്ക ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ അതിൽ ചില അയവ് വരുത്താനുള്ള സാധ്യതയാണുള്ളത്. അതിനുവേണ്ടി ചൈന സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും ഗ്ലോബൽ IT സെഗ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇതുകൂടാതെ നിലവിലെ അമേരിക്ക ഇറാനുമായിട്ടുള്ള ആ ഒരു സംഘർഷം അതിൽ അയവ് വരുവാൻ ഒരുപക്ഷെ ചൈന ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മുൻകൈ എടുക്കുകയാണെങ്കിൽ, കാരണം ചൈനയും ഇറാനുമായിട്ട് നല്ല ബന്ധമാണുള്ളത്.
അപ്പോൾ ഈ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ചൈന അത്തരം ഒരു നീക്കം നടത്തുകയാണെങ്കിൽ അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുപോലെ മറ്റൊരു വിഷയം എപ്പോഴും ചൈനയും അമേരിക്കയും തമ്മിലുള്ളത് തായ്വാനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. രാഷ്ട്രീയമായിട്ട് ഏറ്റവും സങ്കീർണമായ ഒരു വിഷയമാണിത്. അപ്പോൾ തായ്വാനിലേക്കുള്ള അമേരിക്കയുടെ ആ ഒരു ആയുധ വിൽപ്പന അത് ചൈന എതിർക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ട്രംപ് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മൃദു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആകുമെങ്കിലും അമേരിക്കയുടെ സഖ്യകക്ഷികൾ അതിനെ ഏത് രീതിയിലാണ് സ്വാഗതം ചെയ്യുക എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ മെയ് 14 തുടങ്ങുന്ന ഈ ഒരു ഉച്ചകോടി അടുത്ത ആഴ്ചയുടെ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് നിശ്ചയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഇവൻ്റ് നമ്മുടെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത് ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. ഇത് ഏപ്രിൽ മാസത്തിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയാണ്. അപ്പോൾ ഈ കണക്കുകൾ മെയ് 12 പുറത്തു വരുന്നത്. ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ഇൻഫ്ലേഷൻ ഡാറ്റ 3.21 ആയിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് മാർച്ച് മാസം അത് 3.4 ആയിട്ട് ഉയർന്നിരുന്നു. ഇപ്പോൾ മാർക്കറ്റ് ഈ ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ 3.8% ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മാർച്ച് മാസത്തേക്കാൾ കൂടുതലുള്ള ഒരു ഇൻഫ്ലേഷനാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആ എക്സ്പെക്റ്റേഷൻ താഴെയാണ് ഇൻഫ്ലേഷൻ വരുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ പച്ചക്കറികളുടെയും അതുപോലെ ധാന്യങ്ങളുടെയും ഒക്കെ വിലയിൽ വലിയ കുതിച്ചുചാട്ടം നിലവിലുണ്ടായിട്ടില്ല. എന്നാൽ സമ്മർ സീസൺ കടക്കുന്നതിനാലും ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുന്നതിനാലും ഈ ലോജിസ്റ്റിക് മേഖലയിലുള്ള ചെലവ് കൂടിയേക്കാം. അപ്പോൾ ഇത് ഭക്ഷ്യവസ്തുക്കളുടെ വിലയെ ചെറിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒരുപക്ഷെ ഇൻഫ്ലേഷനിൽ വർധനവുണ്ടാക്കാൻ കാരണമായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു ഇൻഫ്ലേഷൻ വർദ്ധിക്കുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ നിർണായകമായി മാറിയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ CPI ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ ആയിട്ടാണ് നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണേണ്ടത്. ഇതുപോലെ തന്നെ US-ൻ്റെ ഇൻഫ്ലേഷൻ ഡാറ്റയും നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അതും ഗ്ലോബൽ മാർക്കറ്റിൽ നേരിയ തോതിലെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ഇവൻ്റാണ്. കൂടാതെ Q4 റിസൾട്ട് സീസൺ ഏകദേശം അവസാനിക്കുകയാണ്. പ്രധാനപ്പെട്ട പല കമ്പനികളും ഓൾറെഡി അവരുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അതിൽ കാനറ ബാങ്ക്, ഇന്ത്യൻ ഹോട്ടൽസ്, ഡിക്സൺ ടെക്നോളജീസ്, ഭാരതി എയർടെൽ, ടാറ്റ മോട്ടോഴ്സ്, HAL, IRFC, ഹിന്ദുസ്ഥാൻ കോപ്പർ പോലെയുള്ള അവരുടെ സെക്ടറുകളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള റിസൾട്ടുകളാണ് ഈ കമ്പനികളുടെ റിസൾട്ടുകൾ. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ടുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ മെയ് 8 പുറത്തു വന്നിട്ടുള്ള SBIയുടെ റിസൾട്ട് മാർക്കറ്റിനെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കാരണം SBI കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ അവർ റെക്കോർഡ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സ്റ്റോക്ക് പ്രൈസ് ഏകദേശം 7% ഇടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ 5.6% വർധനവുണ്ടായിട്ടുണ്ട്. കൂടാതെ അവരുടെ ഫൈനാൻഷ്യൽ ഇയറിലുള്ള ലാഭം എന്ന് പറയുന്നത് 80,000 കോടിയാണ്. ഇത് അവരുടെ ഹിസ്റ്റോറിക്കലി ഏറ്റവും ഹയസ്റ്റ് ലാഭമാണ്. അതേപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും ഏകദേശം 4.1% വർദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ടും സ്റ്റോക്ക് പ്രൈസ് ഇടിയാനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ പ്രകടനമാണ് SBI കാഴ്ചവെച്ചത്. അതായത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്തിട്ടില്ല. കാരണം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ആ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അത് 2.93 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെപ്പോസിറ്റ് മേഖലയിലുള്ള ചെലവ് കൂടിയതാണ് ഇതിന് കാരണമായിട്ടുള്ളത്. കാരണം ബോണ്ട് ഈൽഡ് വർദ്ധിച്ചതിനാൽ ബാങ്കിൻ്റെ ട്രഷറി വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും വർദ്ധിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 15% ഇടിഞ്ഞിട്ടുണ്ട്. എന്നാൽ ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി ഇപ്പോഴും ശക്തമാണ്. ഗ്രോസ് NPA 1.49 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. നെറ്റ് NPA 0.39 ആയിട്ടും കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വായ്പാ വളർച്ചയും വർദ്ധിച്ചിട്ടുണ്ട്. 16% ലോണുകൾ നൽകുന്നതിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ SBI സ്റ്റോക്കിലുണ്ടായിട്ടുള്ള ഇടിവ് ഒരു വാങ്ങാനുള്ള അവസരമാണോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്കിലുണ്ടായിട്ടുള്ള ഇടിവ് ഒരിക്കലും Q4 റിസൾട്ട് മോശമായതുകൊണ്ടല്ല, മാർക്കറ്റ് പ്രതീക്ഷത്ര ഉയർന്ന ഒരു ലാഭം ഇല്ലാത്തതിനാലും അതുപോലെ തന്നെ ICICI ബാങ്ക് പോലെയുള്ള മറ്റ് ബാങ്കുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളർച്ച കുറഞ്ഞതുമാണ് ഈ സ്റ്റോക്ക് പ്രൈസ് ഇടിയാനുള്ള കാരണം. ഒരുപക്ഷെ ഈ ലെവലിൽ നിന്ന് ഇനിയും താഴോട്ടേക്ക് വന്നേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1000-980 ഒരു റേഞ്ചിലേക്കൊക്കെ ഇതിൻ്റെ പ്രൈസ് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ബൈങ് സോൺ ആയിരിക്കും. കാരണം PSU ബാങ്കുകളിലെ ഏറ്റവും സുരക്ഷിതമായതും ഏറ്റവും മാർക്കറ്റ് ലീഡിങ്ങുമായിട്ടുള്ള സ്റ്റോക്കാണ് SBIയുടെ സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ പല ബ്രോക്കറേജുകളും ഇതൊരു ബൈങ് അവസരമായിട്ട് തന്നെയാണ് കാണുന്നത്. അവരുടെയൊക്കെ ഒരു ടാർഗറ്റ് 1150, 1200 ലെവലിലേക്ക് ഇപ്പോഴും നിലനിർത്തിയതായിട്ട് കാണാൻ കഴിയും. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ കാണുന്നത് 24,500, 24,600 എന്ന ലെവലിലാണ്. കാരണം അവിടെയാണ് ഏറ്റവും അധികം കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് 24,600 മുകളിലേക്ക് പോകാൻ സാധ്യതയില്ലെന്നാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 24,570 എന്ന ഒരു ലെവലിൽ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് നേരിടാനും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനും സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവലായിട്ട് കാണുന്നത് 24,000 തന്നെയാണ്.
അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ നിന്ന് താഴോട്ടേക്ക് പോകാതിരിക്കാൻ ബുൾസ് പരമാവധി ശ്രമിക്കുമെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ താഴോട്ട് പോയാൽ തന്നെ 23,800 ഒരു ശക്തമായൊരു ബേസ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.